ഹലോ, നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വാഗണർ ഞങ്ങൾ ചൂസ് ചെയ്തു? അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വാഗണർ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന നല്ല സ്ഥല സൗകര്യമുള്ള ഒരു വാഹനം. അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോഴാണ് വാഗണറിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ZXi പ്ലസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഷോ ഗ്രില്ലും അതേപോലെ തന്നെ ഈ സുസുക്കി ലോഗോയും ഒക്കെ നമുക്കൊരു ക്രോം ഫിനിഷിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പീസ് മാത്രമേ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി രണ്ട് പീസ് നമ്മൾ ആക്സസറീസിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ പഴയ പോലെ തന്നെ ഹാലജൻ ബൾബുകളാണ് നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ നമുക്ക് ഇതിന് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ZX പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് ഫോഗ് ലാമ്പുകൾ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ട് ബമ്പർ പോർഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് ഈ കാണുന്ന ഈ ഫ്രണ്ട് ബമ്പർ എക്സ്റ്റൻഡറും ഈ കാണുന്ന ഗ്ലാഡിങ്ങും ഒക്കെ നമ്മൾ എക്സ്ട്രാ ആക്സസറീസിൽ നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബമ്പറിന് എക്സ്ട്രാ ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. കാരണം നമുക്ക് ചെറിയ തട്ടലും മുട്ടുകളും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെറിയ സ്ക്രാച്ചുകളൊന്നും വരാതെ ബമ്പറിനെ പെട്ടെന്ന് തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് വ്യൂവിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഫെൻഡറിൽ കാണുന്ന ഈ ബ്ലാക്ക് ഗ്ലാഡിങ്ങുകളൊക്കെ തന്നെ നമ്മൾ എക്സ്ട്രാ ആക്സസറീസിൽ നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. അതേപോലെ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് വീൽ അലോയി ആണ് വരുന്നത് ടോപ്പ് വേരിയൻറ്റിൽ. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡ് മിററിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്റർ രണ്ടും നമുക്കിതിൻ്റെ സൈഡ് മിററിലാണ് പഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡ് മിറർ രണ്ടും നമുക്ക് ഫോൾഡിംഗ് ടൈപ്പാണ്. ഇത് പ്ലസ് വേരിയൻറ്റിൽ ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന റെയിൻ ഗാർഡുകളൊക്കെ നമ്മൾ ആക്സസറീസിൽ നമ്മൾ ചെയ്തെടുത്തതാണ്, ഈ കാണുന്ന റെയിൻ ഗാർഡുകളൊക്കെ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡോർ പോർഷനിലേക്ക് നമുക്ക് പോകുമ്പോൾ ഈ കാണുന്ന ബ്ലാക്ക് മോൾഡിങ് അതേപോലെ തന്നെ ഈ സിൽവർ ഗ്ലാഡിങ്ങുകളൊക്കെ നമ്മൾ എക്സ്ട്രാ ആക്സസറീസിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഡോറിന് പെട്ടെന്നൊരു പ്രൊട്ടക്ഷൻ, ചെറിയ തട്ടലുകളൊക്കെ വരുമ്പോൾ നമുക്ക് സ്ക്രാച്ച് വരാതിരിക്കാനും അതായത് റണ്ണിംഗ് ബോർഡ് സ്ക്രാച്ചുകളൊന്നും വരാതിരിക്കാനായിട്ടുള്ള ഒരു എക്സ്റ്റൻഡറാണ്, ആ ഒരു സപ്പോർട്ടറാണ് ഇതൊക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ റെയർ പോർഷനിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് ടോപ്പ് വേരിയൻറ്റിലാണ് നമുക്കിതിന് വൈപ്പർ വിത്ത് വാഷർ വരുന്നത്. നമുക്കിതിന് ടോപ്പ് വേരിയൻറ്റിലാണ് വൈപ്പർ വിത്ത് വാഷർ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടെയിൽ ഗേറ്റിലേക്ക് പോകുമ്പം ഈ വാഗണർ എന്ന് പഞ്ച് ചെയ്തിരിക്കുന്ന ഈ ക്രോം ഫിനിഷിങ് നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ വരുന്നതാണ്. അതേപോലെ തന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു മോൾഡിങ്, ഈ ഒരു ക്രോം മോൾഡിങ് നമ്മൾ എക്സ്ട്രാ ആക്സസറീസിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ റെയർ ബമ്പർ പോർഷനിലേക്ക് നമുക്ക് പോകുമ്പോൾ ഈ കാണുന്ന സെൻസറുകളൊക്കെ നമുക്ക് ഇതിന് ഇൻബിൽഡായിട്ട് തന്നെ വരുന്നതാണ്. പക്ഷേ ഈ കാണുന്ന റെയർ വ്യൂ ക്യാമറ ഇത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസിൽ നമ്മൾ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ താഴെ കാണുന്ന ഈ സിൽവർ എക്സ്റ്റൻഡറും അതേപോലെ തന്നെ ഈ സിൽവർ ഗ്ലാഡിങ്ങും ഒക്കെ നമ്മൾ ആക്സസറീസിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ ബമ്പറിനൊരു പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും ആകാതിരിക്കാനായിട്ട് നമുക്കൊരു സപ്പോർട്ട് തരും. അതേപോലെ തന്നെ പുറകെ വ്യൂ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ബ്ലാക്ക് ബേജ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഡോർ പാഡിൽ ഈ കാണുന്ന ഒരു ഫൈബർ പീസൊക്കെ നമ്മൾ ഇതിൻ്റെ ആക്സസറീസിൽ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. 4 ഡോറിലും അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിലും ഒക്കെ ഈ ഒരു പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗി, നമുക്ക് ഇൻറ്റീരിയറിൽ ഒരു വ്യത്യസ്തമായിട്ടൊരു ലുക്കാണ് നമുക്കിത് ഇൻറ്റീരിയറിൽ തരുന്നത്. അതേപോലെ അതിൻ്റെ സ്വിച്ചുകളിലേക്ക് വരുമ്പോൾ 4 ഡോറിലെയും പവർ വിൻഡോ സ്വിച്ചുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിൻഡോ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും, അതിനുള്ള സ്വിച്ചുണ്ട്. അതേപോലെ തന്നെ ഡോർ ലോക്ക് അൺലോക്ക് സ്വിച്ചുകളുമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മിറർ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ച്, അതേപോലെ തന്നെ 2 മിററും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്വിച്ച് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ എല്ലാ ഡോറിലും ഇതേപോലെ വാട്ടർ ബോട്ടിലുകളൊക്കെ വയ്ക്കാനുള്ള ഒരു അത്യാവശ്യം സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിൽ ഈ ടോപ്പ് വേരിയൻറ്റിൽ കുറച്ചേറെ കൺട്രോളുകൾ സ്റ്റിയറിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോൾ അറ്റൻഡ്, വോയിസ് കമാൻഡ്, വോയിസ് കൺട്രോൾ, അങ്ങനെ കുറച്ചേറെ സ്വിച്ചുകൾ കൺട്രോൾ സ്റ്റിയറിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ എയർ ബാഗിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിതിനകത്ത് സ്റ്റിയറിങ്ങിൽ എയർ ബാഗുണ്ട്, പാസഞ്ചർ സൈഡിൽ എയർ ബാഗുണ്ട്. അതേപോലെ ഇതിൻ്റെ 2 ബി പില്ലറിൽ നമുക്ക് എയർ ബാഗുണ്ട്. അങ്ങനെ ഇതിന് മൊത്തത്തിൽ 6 എയർ ബാഗാണ് ഇതിന് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് ZX പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് ടച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ AC വരുമ്പോൾ AC നമുക്ക് മാനുവലായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുമ്പത്തെ പോലെ തന്നെ മാനുവൽ കൺട്രോളാണ് AC കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സെൻട്രൽ കൺസോളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പീസ് നമ്മൾ ആക്സസറീസിൽ എടുത്തിട്ടുള്ളതാണ്, ഈ ഒരു ഫൈബർ പീസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് സോക്കറ്റുകളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് നമുക്ക് സെൻട്രൽ കൺസോളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഈ കാണുന്ന സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സസറീസിൽ നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ സീറ്റ് കവറും ഈ ആക്സസറീസും എല്ലാം കൂടെ നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ നമ്മൾ വണ്ടി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ് ഈ ആക്സസറീസ് എല്ലാം കൂടെ. ഇനി നമ്മൾ ഇതിൻ്റെ റെയർ പോർഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഡോർ പാഡിൽ ഞാൻ പറഞ്ഞതുപോലെ ബോട്ടിൽ വെക്കാനും അങ്ങനെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫൈബർ പീസ് ഇതൊക്കെ നമ്മൾ ആക്സസറീസിൽ ചെയ്തതാണ്.
ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുറയിൽ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഇരിപ്പാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ പുറകിൽ ഇരിക്കാനായിട്ട്. ഈ വണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്ത് ഈ ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ. നമുക്ക് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് ഒരു പ്രയാസമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സീറ്റുകളൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബൂട്ട് സ്പേസ് കൂടാതെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സീറ്റുകളൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്താലും മതിയാവും. അതുപോലെ നമ്മൾ ഇതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇതിനുള്ളത് കേട്ടോ. ഈ വണ്ടി നമുക്കൊരു ഫാമിലി ഓറിയൻറ്റഡ് ആണെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണവും ഈ ബൂട്ട് സ്പേസ് തന്നെയാണ്. നമുക്ക് ലോങ് യാത്രകൾ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഇതിനുള്ളത്. അതേപോലെ സ്പെയർ വീൽ ടയർ നമുക്കിതിന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ZX പ്ലസ് ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടർ 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. അതേപോലെ 23 കിലോമീറ്ററാണ് കമ്പനി ഇതിന് മൈലേജ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും ഫാമിലി ബഡ്ജറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു വാഹനം എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ വാഗണർ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 7,63,000 രൂപയാണ് ഇതിൻ്റെ ആക്സസറീസ് ഉൾപ്പെടെയുള്ള നമുക്കിതിന് പ്രൈസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ തിരുവല്ലയിലെ പെരുന്തുരുത്തി AVG മോട്ടോഴ്സിൻ്റെ മാരുതി സുസുക്കി അരീനയിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികളെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. അപ്പോൾ എന്നാണെങ്കിലും നമ്മുടെ ഈ വീഡിയോ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പറയുക. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും ബൈ.